ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ച് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് സമാധാനപരമായ ആണവോർജ്ജ ഉപയോഗങ്ങൾക്കുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. കഴിഞ്ഞ നവംബറിൽ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ നടത്തിയ US സന്ദർശന വേളയിൽ ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ചരിത്രപ്രധാനമായ കരാർ നിലവിൽ വന്നിരിക്കുന്നത്. സൗദി ഊർജ്ജ വ്യവസായ ഖനന ധാതുമന്ത്രി അമീർ അബ്ദുൾ അസീസ് ബിൻ സൽമാനും US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും തമ്മിലാണ് കരാർ കൈമാറിയത്. സാങ്കേതികവിദ്യ, അനുഭവ സമ്പത്ത്, അറിവ് എന്നിവ പരസ്പരം കൈമാറുന്നതിലൂടെ ഊർജ്ജ വികസിത സാങ്കേതിക വിദ്യാരംഗങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും മുന്നേറ്റമുണ്ടാക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് കരുതുന്നത്. വിരമിക്കൽ പ്രഖ്യാപിച്ച് സിദ്ധരാമയ്യ. കർണാടക മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. DK ശിവകുമാറിനായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ തന്നെ സിദ്ധരാമയ്യ വിരമിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ അന്ന് അത് നിരസിച്ചു. ഇപ്പോൾ അപ്രതീക്ഷിതമായാണ് വീണ്ടും ഒരു അംഗത്തിന് ബാല്യമില്ലെന്ന് മാണ്ഡ്യ ജില്ലയിലെ പൊതുപരിപാടിയിൽ സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ തനിക്ക് 79 വയസ്സായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2028. അന്ന് തനിക്ക് 82 വയസ്സാകും. 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഉണ്ടാകില്ല, എന്നാൽ രാഷ്ട്രീയത്തിലുണ്ടാകും. ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പമുണ്ടാകും, അദ്ദേഹം പറഞ്ഞു. മുൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഉത്തരവ് അടിമുടി തിരുത്തി UDF സർക്കാർ. ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തീരുമാനം തിരുത്തി പുതിയ സർക്കുലർ. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വൈകുന്നു എന്ന പരാതിയെ തുടർന്നാണ് മാറ്റം. മോട്ടോർ വാഹന വകുപ്പ് മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് അറിയിച്ചു. അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ട് എണ്ണം 50 ഉയർത്തി. നിരീക്ഷണത്തിന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കാലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ സമഗ്രമായ മാറ്റം വരുത്തിയിരുന്നു. 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ മാത്രമേ ടെസ്റ്റിന് ഉപയോഗിക്കാവൂ. ടെസ്റ്റ് വാഹനങ്ങളിൽ ക്യാമറ വെക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കും എന്നെല്ലാമായിരുന്നു ഉത്തരവ്. തുടർന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ കടുത്ത എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഇതോടെ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ പഴക്കം 18 നിന്ന് 22 വർഷം വരെയായി ഉയർത്തി. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയിലും ഇളവ് അനുവദിക്കുകയുണ്ടായി. ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചതിനെതിരെയും അന്ന് പ്രതിഷേധമുയർന്നിരുന്നു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച ആരോഗ്യമന്ത്രി. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാനുമായി ആരോഗ്യവകുപ്പ്. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെയാണ് സ്റ്റാഫുകളുടെ കുറവ്, കെട്ടിടത്തിലെ ശോച്യാവസ്ഥ അടക്കം പരിഹരിക്കാനുള്ള സർക്കാർ നടപടി. ആരോഗ്യമന്ത്രി K മുരളീധരൻ വ്യാഴാഴ്ച മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കും. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സ്ഥിതി പരിതാപകരമാണെന്ന ഹൈക്കോടതി വിലയിരുത്തലിന് പിന്നാലെയാണ് അടിയന്തര നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, ബസന്ത് ബാലാജി എന്നിവർ ഇവിടെ നേരിട്ട് പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് ഈ ഇടപെടൽ. ജയിലിന് സമാനമായ അവസ്ഥയിലാണ് രോഗികളെ പാർപ്പിച്ചിരിക്കുന്നതെന്നും മതിയായ ജീവനക്കാരെ നിയമിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് മാസ്റ്റർ പ്ലാൻ ആരോഗ്യവകുപ്പ് തയ്യാറാക്കുന്നത്. കോൺഗ്രസിനെതിരെ തുറന്നടിച്ച് G സുധാകരൻ. പൊതുവേദിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സാക്ഷിയാക്കി അമ്പലപ്പുഴ MLA G സുധാകരന്റെ കടുത്ത വിമർശനം. CPM നേതൃത്വത്തിനും LDF കൌൺസിലർക്കുമെതിരെയാണ് സുധാകരൻ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആലപ്പുഴ നഗരസഭയിലെ LDF കൌൺസിലർമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. നഗരസഭയിൽ തനിക്കെതിരെ പ്രതിഷേധം നടക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും ആ വിവരം തന്നെ അറിയിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് വീഴ്ച വരുത്തിയെന്നും സുധാകരൻ രമേശ് ചെന്നിത്തല വേദിയിലിരിക്കെ പറഞ്ഞു. അതേസമയം ആലപ്പുഴ നഗരസഭയിലെ പ്രതിഷേധത്തിൽ G സുധാകരന്റെ വിമർശനത്തിന് മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവാണ് G സുധാകരൻ. അതുകൊണ്ടാണ് സ്വതന്ത്രനായി മത്സരിച്ചിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ആ ജനവിധി നമ്മൾ മാനിക്കണം. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റിപ്പുറത്തുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി പോലീസ്. കുറ്റിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. ഇറക്കത്തിൽ വളവുള്ള പ്രദേശത്താണ് അപകടമുണ്ടായത്. അപകട കാരണം ബസിന്റെ അമിത വേഗത ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഡിവൈഡർ ഇടിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. ഒരു ഡിവൈഡറിലിടിച്ച കരണം മറിഞ്ഞ ബസ് വലതുവശത്തെ ഡിവൈഡറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. കഴിഞ്ഞയാഴ്ച ഉണ്ടായ അപകടത്തെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞു വീണത്. ബസ് വേഗത്തിലായിരുന്നുവെന്ന് രക്ഷപ്പെട്ട യാത്രക്കാർ വിശദമാക്കുന്നു. യാത്രക്കാരെല്ലാം സീറ്റിലിരിക്കുകയായിരുന്നു. അപകടം നടന്നയുടൻ ഡീസൽ ടാങ്ക് പൊട്ടി ഇന്ധനം പുറത്തേക്ക് ഒഴുകി. ടയറിന് എന്തെങ്കിലും പറ്റി നിയന്ത്രണം പോയതാണോ, അമിത വേഗമാണോ, അപകടത്തിന്റെ കാരണങ്ങൾ എന്തെന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധിക്കുകയാണ്. പിണറായിയെ ചോദ്യം ചെയ്യാനൊരുങ്ങി ED. CMRL എക്സാലോജിക് ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക്.
ശശിധരൻ കർത്തയുടെ മൊഴിയിൽ പിണറായിയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ED ഉടൻ തീരുമാനമെടുത്തേക്കും. പിണറായിയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്ന് കർത്ത പറഞ്ഞതാണ് കുരുക്കായത്. ഇതിന് തിരിച്ചും സേവനം നൽകിയിട്ടില്ല. ആദ്യം സേവനം നൽകിയിരുന്നുവെന്ന് പറഞ്ഞ വീണയ്ക്ക് അക്കാര്യത്തിൽ കൃത്യമായ രേഖകളോ വിശദാംശങ്ങളോ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ബംഗളൂരുവിലെ എക്സാലോജിക് ഓഫീസിലെ സിസ്റ്റത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങളുണ്ടെന്നും എന്നാൽ ആ ഓഫീസ് പൂട്ടിപ്പോയെന്നുമായിരുന്നു വീണയുടെ വിശദീകരണം. പിന്നീട് സേവനം നൽകിയില്ലെന്ന് വീണ തന്നെ സമ്മതിച്ചതായി ED പറയുന്നു. പരിക്കേറ്റ രോഗികളുമായി പോയ ആംബുലൻസ് ട്രാക്ക് ലഭിക്കാതെ ബ്ലോക്കിൽ കുടുങ്ങി. കുറ്റിപ്പുറത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ രോഗികളുമായി പോയ ആംബുലൻസ് ട്രാക്ക് ലഭിക്കാതെ ബ്ലോക്കിൽ കുടുങ്ങി. ഗുരുതരമായി പരിക്കേറ്റ രോഗികളുമായി പോവുകയാണെന്നുള്ള കാര്യം ആംബുലൻസ് ഡ്രൈവർ ചൂണ്ടിക്കാട്ടിയിട്ടും ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടവർ വഴി തുറന്നു നൽകിയില്ല എന്നാണ് ആരോപണം. വിഷയമുന്നയിച്ച ആംബുലൻസ് ഡ്രൈവറോട് NH അധികൃതർക്ക് പരാതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. എമർജൻസി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വഴിയുണ്ടെങ്കിലും ഇടുങ്ങിയതും കുണ്ടും കുഴിയും നിറഞ്ഞതും ഇന്റർലോക്ക് ചെയ്തതുമാണ്. ഗുരുതരമായി പരിക്കേറ്റ രോഗികളുമായി ഈ വഴി കടന്നുപോവുക പ്രയാസകരമാണ്. ഈ സാഹചര്യം ആംബുലൻസ് ഡ്രൈവർ ചൂണ്ടിക്കാട്ടിയെങ്കിലും നിഷേധാത്മകമായ നിലപാടാണ് ടോൾ പ്ലാസ അധികൃതർ സ്വീകരിച്ചത്. ഇത് വാക്കേറ്റത്തിനും ഉന്തുതള്ളിനും ഇടയാക്കി. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കൊച്ചിയിൽ റാപ്പർ ബേഡന്റെ ആസാദി യാത്ര. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പങ്കുവെച്ച് റാപ്പർ ബേഡൻ അടക്കമുള്ളവരുടെ ആസാദി യാത്ര കൊച്ചിയിലാണ് യാത്ര സംഘടിപ്പിച്ചത്. ഭരണഘടനയും BR അംബേദ്കറുടെ ചിത്രവും ഉയർത്തിപ്പിടിച്ചാണ് ബേഡന്റെയും സംഘത്തിന്റെയും പദയാത്ര. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ജനാധിപത്യ വിശ്വാസികൾക്ക് സന്തോഷം പകരുന്നതാണെന്ന് ബേഡൻ പറഞ്ഞു. അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ബേഡൻ പറഞ്ഞു. എത്ര വലിയ ഫാസിസ്റ്റ് ജനവിരുദ്ധ സർക്കാരാണെങ്കിലും വിദ്യാർത്ഥികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും മുന്നിൽ മുട്ടുമടക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. രാജ്യത്തെ യുവതലമുറയ്ക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ടെന്ന് വ്യക്തമാക്കി നൽകിയ സമര പരമ്പരയായിരുന്നു ഡൽഹിയിലേത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാണ് പലരും പറഞ്ഞു നടക്കുന്നത്. അതിനെയെല്ലാം ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നയിച്ച സമരത്തിന് ലഭിച്ച വിജയമെന്നും ബേഡൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അമ്മയ്ക്ക് മകന്റെ ക്രൂരമർദ്ദനം. ആറ്റുകാലിൽ വയോധികയായ അമ്മയ്ക്ക് മകന്റെ ക്രൂരമർദ്ദനം. ആറ്റുകാൽ സ്വദേശി 73-കാരിയായ സരസ്വതി അമ്മയ്ക്കാണ് മകന്റെ മർദ്ദനമേറ്റത്. ദേഹമാസകലം മുറിവേറ്റ പാടുകളുണ്ട്. ചുണ്ട് ഇടിച്ചുപൊട്ടിച്ചതിനെ തുടർന്ന് 8ഓളം സ്റ്റിച്ചുകളാണ് ഇട്ടിരിക്കുന്നത്. അമ്മയെ മകൻ വീട്ടിൽ നിന്നും ഇറക്കിവിടുകയും ചെയ്തതായി പരാതിയുണ്ട്. അമ്മയുടെ പേരിലുള്ള വസ്തു വെച്ച് 5 ലക്ഷം രൂപയാണ് മകനായ മധു ലോൺ എടുത്തിരുന്നത്. ഈ ലോൺ വയോധികയായ സരസ്വതി അമ്മ വീട്ടുജോലിക്ക് പോയാണ് അടയ്ക്കുന്നതെന്നും ഇവർ പറയുന്നു. വീടൊഴിയണമെന്ന ഫോർട്ട് പോലീസിന്റെ മുന്നറിയിപ്പും മകൻ മധു അവഗണിച്ചെന്നാണ് വിവരം. മധുവിന്റെ ഭാര്യ ആതിരയും അമ്മയെ മർദ്ദിച്ചതായാണ് പരാതി. ചുണ്ട് ഇടിച്ചു പൊട്ടിച്ചത് മരുമകളാണെന്നാണ് വിവരം. തോളലിലും പരിക്കേറ്റിട്ടുണ്ട്. അയൽവാസിയായ ഒരാളുടെ വീട്ടിലാണ് നിലവിൽ സരസ്വതി അമ്മയുള്ളത്. ചൊവ്വാഴ്ച വീട്ടിലെത്തി തന്റെ പ്രശ്നങ്ങൾ പറയുന്നതിനിടെ മരുമകൾ ആക്രമിച്ചു എന്നാണ് അമ്മ പറയുന്നത്. ലോൺ തുക കഴിഞ്ഞ 7 വർഷമായി താൻ അടയ്ക്കാറുണ്ടെന്നും സരസ്വതി അമ്മ പറയുന്നു.